അരവിന്ദ് വന്നു. ഇതൊരു ചെറിയ കാര്യമല്ല, ഗുരുതരമായേക്കാവുന്ന വലിയ പ്രശ്നമാണ്. എടുത്തു ചാടിയുള്ള തീരുമാനമായിരുത്. നിങ്ങൾ 3 പേരും കൂടി ഗൗരവത്തിൽ ചിന്തിക്കണം. ശരിയായ ഒരു തീരുമാനമായിരിക്കണം എടുക്കേണ്ടത്. ഞങ്ങൾ 3 പേരും എന്ന് പറഞ്ഞാൽ നീയില്ല ഞങ്ങളുടെ കൂടെ. ആനന്ദ്, ഇത്രയും വലിയ കാര്യങ്ങളൊന്നും നേരിടാനുള്ള കരുത്ത് ഈ പാവം പട്ടർക്കില്ല. ബ്രോ, കല്യാണി ബാഗ് എടുത്തേക്ക്, നമുക്ക് പോവാം. ബ്രോ ഇങ്ങോട്ട് വരാൻ വിളിച്ചപ്പോ തന്നെ മനസ്സ് മാറിയെന്ന് എനിക്ക് മനസ്സിലായി. വേം വാ, അച്ഛനവിടെ നിങ്ങളെയും കാത്തിരിക്കുക. അരവിന്ദ്, വളരെ ഗൗരവമുള്ളൊരു കാര്യം അറിയിക്കാനാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. അല്ലാതെ മനംമാറ്റം സംഭവിച്ചിട്ടൊന്നുമല്ല. ദാസേട്ടൻ ആക്സിഡന്റിൽപ്പെട്ട മരിച്ച സ്ഥലത്ത് അമ്മയുണ്ടായതായിട്ട് സംശയലേശമന്യെ തെളിഞ്ഞിട്ടുണ്ട്. ആ SI പറഞ്ഞത് നീ അറിഞ്ഞതാണല്ലോ. ദാസേട്ടൻ റോഡിൽ കിടന്ന് ചോരയിൽ മുങ്ങി പിടയുമ്പോ അമ്മ കാർ ഓടിച്ചു പോയ ദൃശ്യം ആ CCTV ക്യാമറയിൽ പതിഞ്ഞത് SI എനിക്കും ഇന്ന് കാണിച്ചു തന്നു. ദാസേട്ടന്റെ മരണത്തിൽ അമ്മയ്ക്ക് ഒരു പങ്കുമില്ലെങ്കിൽ എന്തുകൊണ്ട് തന്റെ കാറിൽ കയറ്റി അമ്മ ദാസേട്ടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല? കൂടപ്പിറപ്പിനെ പോലെ പ്രിയങ്കരനായിരുന്നു അമ്മയ്ക്ക് ദാസേട്ടനെന്ന് അമ്മയും അച്ഛനും 1000 തവണ പറഞ്ഞത് നീയും ഞാനും കേട്ടിട്ടുണ്ട്. ആ പ്രിയങ്കരൻ നടു റോഡിൽ കിടന്ന് മരണവുമായി മല്ലിടുമ്പോ എന്തുകൊണ്ട് അമ്മ അത് കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ കാർ ഓടിച്ചു പോയി? ഇതിന് വ്യക്തമായൊരു ഉത്തരം തരാൻ കഴിയുമെങ്കിൽ ഞാനും കല്യാണി ഈ നിമിഷം വരാൻ നിന്റെ കൂടെ. എന്താ സാധിക്കുന്നില്ലല്ലേ? അരവിന്ദേ, കൊല്ലപ്പെട്ടത് കല്യാണിയുടെ അച്ഛനാ. കൊന്നത് എന്റെ അമ്മയാണെന്ന് കരുതി കല്യാണിയോട് അടങ്ങിയിരിക്കാൻ പറയാൻ എനിക്കാവില്ല. അത് അവളുടെ ഭർത്താവെന്ന നിലയിൽ സ്വാതന്ത്ര്യം മുതലെടുത്ത് ഞാൻ അവളോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും. അതിനൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല. അതുകൊണ്ട് കല്യാണി അമ്മയ്ക്കെതിരെ പോലീസ് കേസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അത് പറയാനാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. എന്താ നിനക്കെതിരുണ്ടോ? ഒരാളൊരു തീരുമാനമെടുത്ത ഞാനതിനെ എതിർത്തിട്ട് എന്താ പ്രയോജനം? പക്ഷെ ഒരു എതിരല്ല, ഒരു അപേക്ഷയാണെങ്കിലോ അത് ബ്രോയോടല്ല, കല്യാണിയോടാ. ഏട്ടത്തിൽ നിന്നുള്ള അവകാശത്തിൽ പറയുന്നതായിട്ട് കരുതരുത്. കല്യാണിയായിട്ട് അമ്മയ്ക്കതൊരു കൊലക്കുറ്റം ചുമത്തി ഒരു കേസ് കൊടുക്കരുത്. അതിൽ സത്യമില്ലെന്ന് കണ്ടെത്തിയ പിന്നീട് ഒരിക്കലും ആ പാപത്തിൽ നിന്ന് മോചനം ഉണ്ടാവില്ല. പോലീസിന് സ്വമേധയാ കേസെടുക്കാമല്ലോ. അതവര് ചെയ്തോട്ടെ. അതവള് തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ പോലൊരു സെലിബ്രിറ്റി അറസ്റ്റ് ചെയ്യാൻ ആ ലോക്കൽ SIക്ക് അധികാരമില്ല. അതുകൊണ്ട് അദ്ദേഹം ആ ഫയൽ മുകളിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും. പോലീസ് സ്വമേധയാ കേസെടുത്തില്ലെങ്കിലോ? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി സ്വാധീനം ഉപയോഗിച്ച ആ കേസ് തേച്ചു മാച്ചു കളഞ്ഞാലോ? മരിച്ചത് എന്റെ അച്ഛനാണ്. നഷ്ടപ്പെട്ടത് എനിക്കും അനിയൻകുട്ടനുമാണ്.
അംഗീകരിച്ചില്ലെങ്കിലും തൃച്ചംബരത്ത് മൂത്ത മരുമകളെന്ന നിലയ്ക്ക് എനിക്കൊരു പക്ഷെ ക്ഷമിക്കാൻ പറ്റിയേക്കും. പക്ഷെ എന്റെ അച്ഛനൊരു മകൻ കൂടിയുണ്ട്. അവ ചിലപ്പോ ക്ഷമിച്ചൊന്നും വരില്ല. എന്താ അച്ഛനെ കൊന്നവരോട് ക്ഷമിക്കണമെന്ന് അനിയമുഞ്ഞിന് പറയാൻ പറ്റുമോ അവനോട്? കല്യാണി, ഞാൻ പറയുന്നത് മനസ്സിലായി അനിയമുഞ്ഞെ. സ്വന്തം കാര്യം വരുമ്പോ എല്ലാവരും അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കല്യാണി, കല്യാണി അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് എന്റെ ബ്രോയോടുള്ള സ്നേഹം കല്യാണിയോടുണ്ട്. കല്യാണി, പോലീസ് കേസ് എടുത്തോട്ടെ. കല്യാണി കേസ് കൊടുക്കരുതെന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പോലീസ് സ്വമേധയാ അഖില മേഡത്തിനെ ഒരു ചുക്കും ചെയ്യില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. കല്യാണി, ഞാൻ കല്യാണിയോട് അപേക്ഷിക്കാം. പാതി ജീവനായി എന്റെ അച്ഛൻ ഓർത്തിട്ടെങ്കിലും കല്യാണി അത് ചെയ്യരുത്. അരവിന്ദ്, ആനന്ദിനോടൊപ്പം ഞാനും പോയത് പോലീസ് സ്റ്റേഷനിലേക്ക്. എല്ലാ തെളിവുകളും അഖിലാന്റിക്ക് എതിരാണ്. എന്നുവെച്ച് അഖിലാന്റി ഇത് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. അഖിലാന്റിക്ക് എന്നല്ല, ഭൂമിയിൽ പെണ്ണായി പിറന്ന ഒരാൾക്ക് ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്യാൻ കഴിയില്ലെന്ന എന്റെ വിശ്വാസം. അതല്ല സുബണ്ണ, ഞാൻ എടാം, ഇന്നലെ ആനന്ദ് നിന്നോട് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ശിവരാമൻ അങ്കിൾ പ്രിയപ്പെട്ടവനാണെങ്കിൽ കല്യാണിക്ക് ദാസേട്ടനും അതുപോലെ പ്രിയപ്പെട്ടവനാണ്. അതെന്താ മനസ്സിലാക്കാത്തത്? ഇതിന്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കല്യാണിയാ. അത് കല്യാണിക്ക് വിട്ടുകൊടുക്ക്. കല്യാണി, ഞാൻ എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിനൊരു മാറ്റമില്ല. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് സമ്പന്നയായാലും ദരിദ്രയായാലും. സുബണ്ണ, പറ്റെങ്കിൽ എന്റെ ഏട്ടത്തിയമ്മയോട് ഒരു കാര്യം പറഞ്ഞേക്കോ. എന്നെയും ബ്രോയും 10 മാസം ചുവന്ന് പ്രസവിച്ച അമ്മയുടെ കൈകളിലേക്കാണ് വിലങ്ങ് വീഴാൻ പോകുന്നതെന്ന്. നിങ്ങളെല്ലാരും ചെയ്തതുപോലെ ഇത്രയും കഠിനമായ നീക്കങ്ങൾ നടത്താനൊന്നും എനിക്കാവില്ല. പക്ഷേ അണ്ണാര കുഞ്ഞിനും തന്നാലായത് അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ. സർ, എന്താടോ പ്രേമ, തന്റെ മുഖത്തൊരു കള്ളച്ചിരി? ഒന്നുമില്ല സാർ, ഇപ്രാവശ്യം വരെ ചുണ്ടയിൽ കൊത്തും സാർ. നോ ഡൗട്ട്. എന്നാലും എന്റെ ഒരു ഭാഗ്യം, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ 2 പ്രാവശ്യം ശ്രമിച്ചിട്ട് നടന്നില്ല. ഒന്നിൽ പഴച്ചാൽ 3 എന്നാണ് സാർ പ്രമാണം. There you are.
ഇന്നെന്തായാലും ശ്രീമതി അഖിലയുടെ കയ്യിൽ കയ്യാമം വെച്ചിട്ടേ ഞാനിവിടുന്ന് മടങ്ങും. ചവിട്ടേറ്റ മൂർഖനാണ് ഞാൻ. തിരിച്ചുകൊത്താനുള്ള അവസരമായത് പരാജയങ്ങൾ വിജയത്തിന് വഴിമാറുന്ന ദിവസം. സമയം കളയണ്ട, കം. സർ. ആ, എന്താ സാറേ എല്ലാരും കൂടി? പേടിക്കണ്ട, വിരുന്ന് സൽക്കാരത്തിന് വന്നൊന്നുമല്ല. ഞങ്ങളൊരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി വന്നതാ. അഖിലാണ്ടേശ്വരി മേഡം ഇല്ലേ? അയ്യോ, ചേച്ചി എന്ത് ചെയ്തു? ഡ്രൈവർ ദാസിന്റെ മരണത്തിൽ അഖിലാണ്ടേശ്വരിക്ക് പങ്കുണ്ട്. അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിലെടുക്കാനാണ് ഞങ്ങൾ വന്നത്. അയ്യോ, എന്റെ ഈശ്വര, ഞാൻ ഇത് എന്തൊക്കെയാ കേൾക്കുന്നേ? ഞാൻ ചേച്ചിയെ വിളിച്ചോണ്ടിരാം. നിൽക്ക്. അയ്യോ, നിങ്ങൾ അന്നെന്നെ വെല്ലുവിളിച്ച ആ സഹദേവന്റെ ഭാര്യയല്ലേ? അതെ. എന്താ പേര്? വിലാസിനി. പക്ഷേ സഹദേവേട്ടൻ ഒരു പാവ സാറേ. അയാള് പാവമോ ക്രൂരനോ എന്തോ ആവട്ടെ, ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളെയും ചോദ്യം ചെയ്യാനുണ്ട്. അയ്യോ, എന്റെ പൊന്നു സാറേ, ആ ഡ്രൈവറിനോട് എനിക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം. പക്ഷെ അയാളെ കൊന്നത് ഞാനല്ല, സത്യമായിട്ട് ഞാനല്ല. അപ്പോ അയാളുടെ മരണം കൊലപാതകം തന്നെയാണെന്ന് വിലാസിനിക്കും അറിയാം. അതിനും ഒരു സംശയമില്ല സാറേ. അയ്യോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അല്ല, അയാൾ ആരോ കൊല്ലാനേ തരുള്ളൂ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോ പറഞ്ഞു പോയതാ. അറിയാതെയാണെങ്കിലും നിങ്ങൾ സത്യം തുറന്നു പറയുന്നുണ്ട്. പറയൂ, ദാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? കൊല്ലപ്പെട്ട ദാസിനോട് അഖിലാണ്ടേശ്വരിക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നു. വൈരാഗ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാ? നിൽക്ക്. എവിടെ പോകുന്നു? ഞാൻ എന്റെ റൂമിലേക്ക് പോവാ. എനിക്ക് നിങ്ങളോടും ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനുശേഷം പോയാ മതി. ഇങ്ങോട്ട് മാറി നിൽക്ക്. പറയൂ. ഡ്രൈവർ ദാസിനോടുള്ള അഖിലാണ്ടേശ്വരിയുടെ പക എങ്ങനെയുണ്ടായി? അത് സാറിന് അറിയാന്ന് തോന്നുന്നു. ദാസിന്റെ മകൾ ഇവിടുത്തെ അടുക്കളക്കാരിയായിരുന്നു. അവള് ചേച്ചിയുടെ മൂത്ത മകനെ പ്രേമിച്ച് കെട്ടി. ആ ചരിത്രമൊക്കെ എനിക്കറിയാം. അതുപോട്ടെ, കൊല്ലപ്പെട്ട ദിവസം ദാസ് തൃച്ചംബരത്ത് വന്നിരുന്നോ? ആ, ദാസ് അവിടെയായിരുന്നു താമസം. അയാളെ നാട്ടിൽ നിന്ന് അഖിലേച്ചി വിളിച്ചു വരുത്തിയതാ. അത് മാത്രമല്ല, അവിടെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ടല്ലേ താമസിപ്പിച്ചിരുന്നത്. പിന്നെ അയാൾ മരിച്ച ദിവസം ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഞാൻ അവിടെ മുറ്റത്ത് നിൽക്കുമ്പോഴേക്കും അഖിലേച്ചിയുടെ കാർ പാഞ്ഞു വന്നു. എന്നെ കണ്ടപ്പോ ആകെ പരിഭ്രമിച്ചിട്ട് പറഞ്ഞു, നീ ഒന്നും കണ്ടിട്ടൂല കേട്ടിട്ടൂലെന്ന്. എപ്പോഴാ അവരോട് വന്നത്? അതൊരു 11:30-12 മണിയായിട്ടുണ്ടായിരിക്കും. പ്രേമ, ഇതിലപ്പുറം ഒരു തെളിവെന്തിന്? ഈ ഒറ്റ സാക്ഷിമൊഴി മതി നമുക്ക് അഖിലാണ്ടേശ്വരി അറസ്റ്റ് ചെയ്യാൻ. യെസ് സർ. അവിടെ നിൽക്ക്. എന്താ പേര്? സുജാത. നീ ഇവിടുത്തെ ആരാ? സെർവന്റ്. കൊല്ലപ്പെട്ട ദാസും അഖിലാണ്ടേശ്വരിയും തമ്മിൽ തർക്കം നടക്കുന്നത് നീ കണ്ടതല്ലേ? ഞാനൊന്നും കണ്ടിട്ടില്ല സർ. പിന്നെ നിങ്ങൾ എന്താണ് കണ്ടിട്ടുള്ളത്? എനിക്കൊന്നും അറിയില്ല സർ. ശരി, സുജാതയ്ക്ക് ഒന്നും അറിയില്ല. ഡ്രൈവർ ദാസ് കൊല്ലപ്പെട്ട കാര്യം അറിയാമോ? അറിയാം സർ. അപ്പോ ഡ്രൈവർ ദാസ് കൊല്ലപ്പെട്ടതാണെന്ന് സുജാതയ്ക്ക് അറിയാം. കൊന്നത് അഖിലാണ്ടേശ്വരി ആണെന്നുള്ള കാര്യത്തിൽ മാത്രം ചെറിയൊരു സംശയം അല്ലേ? എക്സ്ക്യൂസ് മീ സർ.
യെസ്. നിങ്ങൾ കുറെ നേരമായി ഇതിനകത്ത് കയറി വന്ന് ദാസേട്ടനെ കൊന്നത് അഖിലാന്റിയാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. കുറ്റകൃത്യം ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കുക അല്ല വേണ്ടത്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിവ് സഹിതം ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. ഓഹോ, ഇതൊക്കെ പറയാൻ നമ്മൾ ആരാണാവോ? നന്ദന അരവിന്ദ്, തൃച്ചംബരത്തെ അരവിന്ദ് കൃഷ്ണന്റെ ഭാര്യ. ഓ, എന്നാ മിസ്സിസ് നന്ദന അരവിന്ദ് കേട്ടാലും. എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ അഖിലാണ്ടേശ്വരിയെ അറസ്റ്റ് ചെയ്തിരിക്കും. എന്താ ഇവിടെ? എന്താ ഇവിടെ? ഓ, സാർ ഇതിനകത്തുണ്ടായിരുന്നോ? സന്തോഷം. എന്താ മിസ്റ്റർ DSP, നിങ്ങൾക്ക് തൃച്ചംബരത്തുകാരോട് ഇത്ര വലിയ വ്യക്തിവൈരാഗ്യം? വിടാതെ പിന്തുടരുകയാണല്ലോ. ഇത് 3-ാം തവണയാണ്. പക്ഷേ ഇത്തവണ സസ്പെൻഷൻ അല്ല, ഡിസ്മിസിലായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മ വേണം. ഭയപ്പെടുത്തണ്ട. പോലീസ് വിടാതെ പിന്തുടരുന്നത് കുറ്റവാളികളുടെ പിറകെയാണ്. ഡ്രൈവർ ദാസിനെ കൊന്നത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയാണെന്നുള്ളതിന് വ്യക്തമായ തെളിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കസ്റ്റഡിയിലെടുക്കാനുള്ള മതിയായ രേഖകളുമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. പോലീസ് സ്വമേധയാ എടുത്ത കേസാണോ ഇത്? അല്ല, പരാതിക്കാരിയുണ്ട്, കല്യാണി. തന്റെ അച്ഛനെ കൊന്നത് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയാണെന്ന് സംശയിക്കുന്നെന്നും കുറ്റവാളിയെ കണ്ടെത്തണമെന്നുമാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്തവണ തന്ത്രങ്ങൾ ഒരുക്കി രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ട. എല്ലാ എവിഡൻസുകളും എന്റെ കയ്യിലുണ്ട്. ദാസ് മരിക്കുന്ന സമയത്ത് അതേ സ്ഥലത്ത് കാറിന്റെ പിൻസീറ്റിൽ നിന്ന് മുൻസീറ്റിലേക്ക് കയറി അഖിലാണ്ടേശ്വരി കാർ ഓടിച്ചു പോകുന്നതിന്റെ CCTV ദൃശ്യമാണ് പ്രധാന എവിഡൻസ്. ദാസ് മരിക്കുന്ന സ്ഥലത്ത് അഖിലയെ കണ്ടെന്ന് കരുതി അഖിലയാണ് കൊന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ വിലയിരുത്താൻ കഴിയും? പിന്നെ ആ സമയത്ത് അഖിലേക്ക് അവിടെ പോകേണ്ട കാര്യം? ദേ തട്ടാമുട്ടി ന്യായങ്ങളൊന്നും പറഞ്ഞ് വെറുതെ നിരത്തിക്കൊണ്ട് വരല്ലേ ശിവരാമ സാറേ. കഴിഞ്ഞ പ്രാവശ്യം ഹേബിയസ് കോർപ്പസ് കേസുമായി വന്നപ്പോഴും അതിനു മുമ്പ് വന്നപ്പോഴൊക്കെ സംഭവിച്ചതുപോലെ ഇപ്രാവശ്യം ഭാഗ്യം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടില്ല. എവിടെ മൂത്ത മകൻ? ഇവിടെയല്ല താമസം. ഓ, ഇവിടെ എങ്ങനെ താമസിക്കും? അയാളുടെ അമ്മായി അച്ഛനല്ലേ കൊല്ലപ്പെട്ട ഡ്രൈവർ ദാസ്. അല്ല, ഇളയ മകൻ എവിടെ? അവൻ പുറത്തു പോയിരിക്കുക. അല്ല, നിങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് വിളിച്ചു പറയുന്നുണ്ടല്ലോ. ദാസിന്റെ ഒരു ആക്സിഡന്റ് ഡെത്തല്ല എന്നിതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. ആ അന്വേഷണമാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചത്. എനിക്ക് നിങ്ങളോട് വാചക കസർത്ത് നടത്താനൊന്നും സമയമില്ല. ഞാൻ അഖിലാണ്ടേശ്വരിയെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റുമായാണ് വന്നിരിക്കുന്നത്. അഖിലയെയും കൊണ്ടേ പോകൂ. എവിടെ അഖിലാണ്ടേശ്വരി? ഞാൻ പോയി വിളിച്ചോണ്ടിരാൻ സാർ. വേഗം. ചേച്ചി, ചേച്ചി എവിടെ പോയി? അമ്മയെ അറസ്റ്റ് ചെയ്യുന്നത് കാണാൻ ആൺമക്കൾ രണ്ടുപേരും ഇല്ലാത്തത് നന്നായി. കൊടും കുറ്റവാളിയാണെങ്കിലും പെറ്റമ്മ തന്നെയല്ലേ? അല്ലേ പ്രേമ? അതെ സർ. ചേച്ചി, സുജ, സർ. ആ വിലങ്ങൊക്കെ എടുത്ത് ഒന്ന് ഉഷാറായി നിൽക്ക്. ഓക്കെ സർ. പേരും പെരുമയുള്ള കോടാനുകോടികളുടെ ഉടമയായ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയാണ് വരുന്നത്. അറസ്റ്റൊക്കെ പെട്ടെന്ന് നടക്കണം. ഓക്കെ സർ.